വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കം നമ്മളെല്ലാവരും കണ്ടു. അവിടുത്തെ ഭരണാധികാരി നിക്കോളാസ് മഡ്യൂറയെ അമേരിക്കൻ സൈന്യം കയ്യാമം വെച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ലോകം ഞെട്ടലോടെയും ആശ്ചര്യത്തോടെയുമാണ് വീക്ഷിച്ചത്. ഇപ്പോഴിതാ അതിന് പിന്നാലെ മറ്റൊരു രാഷ്ട്രത്തെ കൂടെ ലക്ഷ്യമിട്ട് അമേരിക്ക കരുക്കൾ നീക്കുകയാണ് എന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട്. മധ്യ ഏഷ്യയിലേക്കാണ് ഇക്കുറി അമേരിക്ക ലക്ഷ്യം വച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നിരവധി സൈനിക വിമാനങ്ങൾ, പ്രത്യേകിച്ചും സൈനിക ചരക്ക് വിമാനങ്ങൾ മധ്യ ഏഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് തിരിച്ചു. അതിപ്പോൾ UK വ്യോമതാവളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തിനാണ് ഇപ്പോൾ മധ്യ ഏഷ്യയിൽ അമേരിക്ക ഇത്തരത്തിലൊരു ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മധ്യ ഏഷ്യയിൽ ഇപ്പോൾ പൊതുവെ മറ്റു തരത്തിലുള്ള സൈനിക ഇടപെടലുകളുടെ ആവശ്യമില്ല. അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും സൈനിക അഭ്യാസങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം അമേരിക്കയും സൗദിയും ഇന്ത്യയും ഒക്കെ ചേർന്ന് സംയുക്തമായ സൈനിക അഭ്യാസം സൗദിയിൽ നടത്തിയിരുന്നു നേരത്തെ. അതൊക്കെ കഴിഞ്ഞു, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസവും നടക്കാത്ത ഒരു പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭൂഭാഗത്തേക്ക് എന്തിനാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമസേന ഇത്തരത്തിൽ അമേരിക്കയുടെ വിമാനങ്ങളും മറ്റുമായിട്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇറാനെ ആണ് അമേരിക്ക ലക്ഷ്യം വച്ചിരിക്കുന്നത്. കാരണം ഇറാനിൽ വലിയ രീതിയിൽ 100-ലേറെ തെരുവുകളിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടക്കുകയാണ്. ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായി തെരുവിലിറങ്ങി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറാനിൽ ജൻസി കലാപം തന്നെ നടക്കുകയാണ് എന്ന് പറയാം. പോലീസ് വെടിവയ്പിൽ നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടു. കാരണം കടുത്ത വിലക്കയറ്റവും ജീവിത സാഹചര്യങ്ങൾ ദുസ്സഹമായതും ചെറുപ്പക്കാരെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഇറാനിൽ. അതിൻ്റെ കൂടെ ഈ മതഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന മത നിയമങ്ങൾ കൂടിയാകുമ്പോൾ അവർക്ക് ഹാലിളകുന്നത് സ്വാഭാവികമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് അവർ. ആ പ്രായം അതാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പെരുമാറും. വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാകും. കാരണം അവരെ സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനുള്ളത് ഒരു മികച്ച ഭാവിയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി അവർ കൈമെയ് മറന്ന് തെരുവിലേക്ക് ഇറങ്ങുമെന്ന് തീർച്ചയാണ്. ഇത് ലോകമെങ്ങുമുള്ള ചെറുപ്പക്കാരുടെ പൊതുവായ സ്വഭാവം കൂടിയാണ്. നമുക്കറിയാം, ഇറാനിൽ കടുത്ത മതനിയമങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. മുസ്ലിം ഷിയ വിഭാഗത്തിൻ്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അവരാകട്ടെ ഈ ആയത്തുള്ള ഖൊമനേയി എന്ന് പറയുന്ന അവരുടെ ആത്മീയ മത നേതാവിൻ്റെ കീഴിലാണ് അവിടുത്തെ ഭരണകൂടം പ്രവർത്തിക്കുന്നത്. അന്തിമ വാക്ക്, ഏറ്റവും ഒടുവിലത്തെ വാക്ക് ഈ പറഞ്ഞ അവരുടെ ആത്മീയ നേതാവ്, മത നേതാവ് ആയത്തുള്ള ഖമനേയിയുടേതാണ്. അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് വേണം അവിടെ കാര്യങ്ങൾ നടക്കാൻ. അവിടെ ശരീഅത്ത് നിലനിൽക്കുന്ന, ശരീഅത്ത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ എന്ന് പറയാം. അങ്ങനെയുള്ള ആ ഇറാനിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ജൻസി കലാപം, അവിടെ ഈ തട്ടമിടാതെ പുറത്തിറങ്ങിയ ഒരു വനിതയെ, ഒരു ചെറുപ്പക്കാരിയെ ഈ ഇറാനിലെ ഭരണകൂടം നിയമ സംവിധാനം ഉപയോഗിച്ച് തന്നെ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് നമ്മൾ കണ്ടതാണ്. അന്ന് അവിടെ വലിയ 2024-25 കാലത്താണ് അവിടെ വലിയ കലാപം നടന്നു. ആ കലാപം ഒരു വിധത്തിൽ അടിച്ചമർത്തി ഇറാൻ മുന്നോട്ട് പോയി. അന്നും ലോകമെങ്ങും ഇറാൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നു. ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ രൂക്ഷമായ വിലക്കയറ്റം, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം, അതിൻ്റെ കൂടെ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു, വസ്ത്ര സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ എതിരെ വലിയ വെല്ലുവിളിയുമായിട്ട് ഭരണകൂടം വരുന്നു. ഇതൊക്കെ ചെറുപ്പക്കാരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു, നിർബന്ധിതരാക്കി.
അങ്ങനെ അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം വരുന്ന ചെറുപ്പക്കാർ ഭരണകൂടത്തിനെതിരെ ഇറാനിലെ 100-ലധികം നഗരങ്ങളിൽ നിരന്തര പ്രക്ഷോഭം നടക്കുകയാണ് കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ വെളിച്ചത്തിൽ അമേരിക്ക അവിടെ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രംപ് തന്നെ ഈ പ്രക്ഷോഭം ആരംഭിച്ച യുവാക്കളുടെ ഈ പ്രക്ഷോഭം ആരംഭിച്ച ആ സമയത്തൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേണ്ടി വന്നാൽ അമേരിക്ക ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തും എന്ന ഒരു താക്കീതും മുന്നറിയിപ്പും ട്രംപ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളെ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരല്പം ഭയത്തോടെ ലോകം വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം വെനസ്വേലയിൽ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. അവിടെ അമേരിക്കയുടെ പട്ടാളം വളരെ പെട്ടെന്ന് കടന്നു ചെല്ലുന്നു. മയക്കുമരുന്ന് കടത്തിയെന്ന കുറ്റം ആരോപിച്ച് നിക്കോളാസ് മഡ്യൂറോ എന്ന അവരുടെ ഭരണാധികാരിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഒപ്പം കൊണ്ടുപോകുന്നു. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറാൻ മറ്റൊരു രാഷ്ട്രത്തിനും അവകാശമില്ല, അധികാരമില്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ വെനസ്വേലയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, രാഷ്ട്രീയ അന്തരീക്ഷം അത്ര കുഴപ്പം പിടിച്ചതാണ്. അതുകൊണ്ട് അമേരിക്ക അവിടെ ഇടപെട്ടത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരഭിപ്രായം പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ ശരിയാണ്. അവിടുത്തെ വെനസ്വേലൻ ജനതയെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ സമാധാനവും ശാന്തിയും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അവിടെയും രൂക്ഷമായ വിലക്കയറ്റവും നാണ്യത്തകർച്ചയും ഈ പണപ്പെരുപ്പവും ഒക്കെ ചേർന്ന് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ തെരുവിൽ പ്രക്ഷോഭത്തിലാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മഡ്യൂറോ അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ അമേരിക്ക മഡ്യൂറോയെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനത 70% തെരുവിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി. സമാനമാണ് ഇറാനിലെയും സ്ഥിതി. ഇറാനിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടായാൽ, അവിടെ അമേരിക്ക സൈനിക ഇടപെടൽ നടത്തിയാൽ ഈ പറഞ്ഞതുപോലെ മതഭരണകൂടത്തിന്, ആത്മീയ നേതാവിന് ഒക്കെ സ്ഥാനം ത്യജിക്കേണ്ടി വരും. അത് അവിടെ ഒരു അമേരിക്കയുടെ ഇടപെടലിലൂടെ ആകുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടുന്ന് കിട്ടിയ വാർത്ത, ഈ ആയത്തുള്ള ഖമനേയിയെ പോലെയുള്ള മത നേതാക്കൾ അവിടം വിട്ട് റഷ്യയിലോ മറ്റോ ഒളിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇറാനിലെ സ്ഥിതിഗതികൾ വളരെ സംഭ്രമിപ്പിക്കുന്നതാണ്, വളരെ ഭയപ്പെടുത്തുന്നതാണ്. ഇറാനിയൻ ജനതയുടെ സുരക്ഷയും സമാധാനവും ശാന്തിയും ഉറപ്പുവരുത്തേണ്ടതുമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അവിടുത്തെ രാഷ്ട്രീയ ആഭ്യന്തര പ്രശ്നങ്ങൾ അതവിടുത്തെ ഭരണകൂടം പരിഹരിക്കേണ്ടത് തന്നെയാണ്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് സുരക്ഷയും ശാന്തിയും സമാധാനവും കൊടുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ചുമതല കൂടിയാണ്. എന്നാൽ അതിനു പകരം മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് അവരെ വരുതിക്ക് നിർത്താം എന്നൊരു ഭരണകൂടം കരുതുകയാണെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ ആയുസ് എണ്ണപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അമേരിക്കയുടെ ഇടപെടൽ ശരിയോ തെറ്റോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ അമേരിക്ക, ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇറാനിൽ ഇടപെടാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല. ഇറാനിൽ ഒരു ഭരണ അട്ടിമറി നടത്തണമെന്നുള്ളത് അമേരിക്കയുടെ നീണ്ടകാലത്തെ മോഹമാണ്, ആവശ്യമാണ്. കാരണം അമേരിക്കയുടെ ഈ ക്രൂഡ് ഓയിലിനോടുള്ള, എണ്ണയോടുള്ള ഒരു മതിഭ്രമം അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹം ഉണ്ട്. അത് അമേരിക്കയെ കൊണ്ട് ഇത് ചെയ്യിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ സൈനിക നീക്കം വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയാണ് ഇന്ത്യ, ചൈന, റഷ്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ. കാരണം ഇവരുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ് ഇറാൻ ജനതയോട് ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം വലിയ മമതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പൗരന്മാരുടെ ഇപ്പോഴവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ പോലീസ് വെടിവെപ്പിലും പോലീസ് ലാത്തിചാർജിലുമൊക്കെ നിരവധി ഇറാനിയൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായി. ഏതാണ്ട് 6-7 ദിവസമായിട്ട് സമാനമായ രീതിയിൽ ആ പ്രക്ഷോഭം മുന്നോട്ട് പോവുകയാണ്. ഒരു അക്രമ സമരം എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു.
ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കത്തെയും വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയതുപോലൊരു ഇടപെടൽ ഇറാനിലും നടത്താനുള്ള സാധ്യതയുണ്ട്. സമാനമല്ല, അതിനേക്കാൾ ഭീകരമായ രീതിയിലായിരിക്കും അമേരിക്ക ഇറാനിൽ ഇടപെടുന്നത്. കാരണം ഇറാനിലെ പട്ടാളം വെനസ്വേലയിലെ പട്ടാളത്തെ പോലെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അവരുടെ രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരികളെ, ആത്മീയ നേതാക്കളെ, മത നേതാക്കളെ ഒക്കെ ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവിടുത്തെ പട്ടാളം എതിർക്കും, അവർ തിരിച്ചടിക്കും, അത് യുദ്ധത്തിലായിരിക്കും കലാശിക്കുക. അതുകൊണ്ട് അമേരിക്ക വളരെ തന്ത്രപൂർവമാണ് ഇടപെടുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും വലിയ അശാന്തി ഉരുണ്ടുകൂടിയിരിക്കുകയാണ് മധ്യേഷ്യയിൽ. അവിടെ അത്തരത്തിലൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ സമാധാനപൂർവ്വം കാര്യങ്ങൾ അവസാനിക്കട്ടെ എന്ന് നമുക്ക് കരുതാം, അങ്ങനെ പ്രതീക്ഷിക്കാം.